തമിഴ്നാട്ടിലെ സ്കൂളുകളിലെ ക്ലാസുകളിൽ പുതുതായി നടപ്പാക്കുന്ന ബാക്ക് ബെഞ്ച് പരിഷ്കാരത്തിനെതിരെ എതിർപ്പുമായി പ്രതിപക്ഷം. കയ്യടിക്കായി മലയാള സിനിമയെ കോപ്പിയടിക്കരുതെന്നും കുട്ടികളുടെ ആരോഗ്യം വെച്ച് കളിക്കരുതെന്നും എഐഡിഎംകെ വിമർശിച്ചു. സർക്കാരിന്റെ തിടുക്കപ്പെട്ടുള്ള നടപടിയാണെന്നും വിമർശിച്ചു. കുട്ടികളുടെ കഴുത്തും കണ്ണും വേദനിക്കുമെന്ന് അറിയാതെയാണോ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും എഐഎഡിഎംകെ നേതാക്കൾ ചോദിച്ചു. സിനിമ റിവ്യൂ നോക്കി സർക്കാർ തീരുമാനങ്ങൾ എടുക്കരുതെന്നും എഐഎഡിഎംകെ ആവശ്യപ്പെട്ടു. ക്ലാസ് റൂമുകളിലെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട പരിഷ്കരണത്തിനെതിരെ ബിജെപിയും രംഗത്തെത്തി. അശാസ്ത്രീയമായ പരിഷ്കാരമാണെന്ന് ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ അഭിപ്രായപ്പെട്ടു. മലയാള സിനിമ കണ്ട് തിടുക്കത്തിൽ തീരുമാനമെടുക്കരുതെന്നും തമിഴിസൈ സൗന്ദരരാജൻ ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവന്നിരുന്നു. സ്ഥാനാർത്ഥി ശ്രീകുട്ടന് എന്ന മലയാള സിനിമയിലെ സ്കൂൾ രംഗങ്ങളാണ് പുതിയ പരിഷ്കാരത്തിന് പ്രചോദനമായത്. സിനിമ തമിഴ്നാട്ടിലും ചർച്ചയായിരുന്നു. തമിഴ്നാട്ടിലെ സ്കൂളുകളിലെ പുതിയ ഇരിപ്പിട ക്രമീകരണത്തോടെ തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ ഇനി ബാക്ക് ബെഞ്ചസ് ഉണ്ടാവില്ല. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് നിരവധി പേര് എത്തിയപ്പോൾ ഇതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും നിരവധി പേര് എത്തിയിരുന്നു. ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷന് സി സദാനന്ദന് മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. സദാനന്ദന് മാസ്റ്ററെ 2016 കൂത്തുപറമ്പില് ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. കണ്ണൂര് സ്വദേശിയാണ്. അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാവാണ്. വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധന് എന്ന നിലയിലാണ് അദ്ദേഹത്തെ ശുപാർശ ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ അതികായൻ ഓപ്പൺഎഐ സ്വന്തം വെബ് ബ്രൗസർ പുറത്തിറക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ ബ്രൗസർ ലഭ്യമായേക്കുമെന്നാണ് സൂചനകൾ. ഗൂഗിളിന്റെ ക്രോം ബ്രൗസറിന് ഒരു പുതിയ വെല്ലുവിളി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ഓപ്പൺഎഐയുടെ ഈ നിർണായക നീക്കം. ഇതുവഴി നിരവധി ടാബുകൾ തുറക്കുന്നതിന്റെയും ഒരുപാട് തവണ ക്ലിക്ക് ചെയ്യേണ്ടതിന്റെയും ആവശ്യമില്ലാതാകും. എഐയുടെ ശക്തി ഉപയോഗിച്ച് വെബ് ബ്രൗസിംഗ് കൂടുതൽ എളുപ്പവും വേഗവുമാക്കുകയാണ് ഓപ്പൺഎഐയുടെ ലക്ഷ്യം. ഗുരുപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ കുറ്റപ്പെടുത്താനാകില്ല. ശരിയായ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നും ഗവർണർ പറഞ്ഞു. ബാലഗോകുലത്തിന്റെ ദക്ഷിണമേഖല 50ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ബാലരാമപുരത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിന് തീപിടിച്ചതിനു പിന്നിൽ അട്ടിമറിയെന്ന് സംശയം. അപകടം നടന്നതിനു 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ചരക്ക് ട്രെയിനിന്റെ 18 ബോഗികളാണ് പാളം തെറ്റിയത്. 12 ബോഗികൾ കത്തി നശിച്ചു. 12 ട്രെയിനുകൾ പൂർണ്ണമായും 13 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. കേരളത്തിൽ സമ്പൂർണ്ണ വികസനം നടത്തിയത് നരേന്ദ്രമോദി സർക്കാരെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വിദേശത്തിരിക്കുന്ന പിണറായി വിജയന് മനസ്സിലാകണം ഇവിടെ ബിജെപി സമ്മേളനം നടക്കുന്നുവെന്ന്. ഉച്ചത്തിൽ ഭാരത് മാതാ കി മുദ്രാവാക്യം വിളിക്കണമെന്ന് അമിത് ഷാ പറഞ്ഞു. കേരളത്തിൽ ബിജെപിയുടെ ഭാവി ശോഭനമാണ്. കേരളത്തിന്റെ വികസനം ബിജെപിയിലൂടെ നടപ്പിലാക്കുമെന്നും അമിത് ഷാ പറഞ്ഞു. കേരളത്തിലെ മതതീവ്രവാദത്തെ ഇല്ലാതാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. PFIയെ ഇല്ലാതാക്കിയത് നരേന്ദ്രമോദി സർക്കാർ. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാ സമയമായിരിക്കുന്നു. തമിഴ്നാട്ടിലും ബിജെപി സർക്കാർ ഉണ്ടാക്കും, അമിത് ഷാ വ്യക്തമാക്കി. ഗുരുപൂർണിമയുടെ ഭാഗമായി കാസർഗോഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും വിശദീകരണം തേടി. വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് സമർപ്പിക്കണം. വിഷയം അടിയന്തര സ്വഭാവത്തിൽ അന്വേഷിക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശം. കാസർഗോഡ് ബന്തെടുക്ക് സരസ്വതി വിദ്യാലയത്തിൽ ഗുരു പൂർണിമ എന്ന പേരിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദസേവ ചെയ്യിച്ച സംഭവം വിവാദമായതിനു പിന്നാലെയാണ് നടപടി. കണ്ണൂർ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലും ആലപ്പുഴ നൂറനാട് വിവേകാനന്ദ വിദ്യാപീഠത്തിലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു.
അടുത്ത വർഷം ഓസ്ട്രേലിയയിൽ നടക്കുന്ന AFC ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോൾ ഫൈനൽ റൗണ്ടിന് ഇന്ത്യ യോഗ്യത നേടിയപ്പോൾ ടീമിൽ കളിക്കാരിയായി പി മാളവികയും അസിസ്റ്റന്റ് കോച്ചായി PV പ്രിയയും കേരളത്തിന്റെ പ്രതിനിധികളായുണ്ടായിരുന്നു. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഒരു മലയാളി താരം സ്ഥാനം കണ്ടെത്തിയത്. മാളവിക തായ്ലൻഡിൽ ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ ആദ്യ മത്സരത്തിൽ മംഗോളിയയ്ക്കെതിരെ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയൊരു ഗോൾ അടിച്ചു. പിന്നീട് 2 മത്സരങ്ങൾ കൂടി കളിച്ചു. കാസർകോട് നീലേശ്വരം ബംഗളത്ത് പരേതനായ M പ്രസാദിന്റെയും മിനിയുടെയും പുത്രിയാണ് മാളവിക. 11ാം വയസ്സിൽ മാളവികയ്ക്ക് പിതാവിനെ നഷ്ടപ്പെട്ടതാണ്. അണ്ടർ 17 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്യാമ്പിലെത്തിയ മാളവിക ഉസ്ബെക്കിസ്ഥാനെതിരെ സൗഹൃദ മത്സരം കളിച്ചിരുന്നു. ബെംഗളൂരുവിലെ മിസാഗ യുണൈറ്റഡ്, ട്രാവൻകൂർ FC, കെമ്പ് FC, കൊൽക്കത്ത റെയിൻബോ അത്ലറ്റിക് ക്ലബ്ബ്, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുകൾക്കു വേണ്ടി കളിച്ചു. തമിഴ്നാട്ടിലെ മധുര സേതു FCക്കായി കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ വനിതാ ലീഗിൽ തിളങ്ങി. തൃശൂർ കാർമൽ കോളേജിൽ BCom 2ാം വർഷ വിദ്യാർത്ഥിനി. മാളവികയിലൂടെ കേരളം വനിതാ ഫുട്ബോളിൽ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമ്പോൾ പല ജൂനിയർ താരങ്ങൾക്കും മുന്നേറാൻ ആത്മവിശ്വാസം കൈവരും.